ഇടുക്കിയിൽ ഇസ്രയേൽ മാതൃകയിൽ ഒരുക്കിയ ജലസേചന പദ്ധതി ഉപയോഗശൂന്യം. കരുണാപുരം, നെടുങ്കണ്ടം പഞ്ചായത്തുകളിലാണ് പദ്ധതി തയ്യാറാക്കിയത്. കടുത്ത വരൾച്ച നേരിടുന്ന തമിഴ്നാട് അതിർത്തിയോട് മേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മഴക്കുറവുള്ള ഇടുക്കിയുടെ അതിർത്തി മേഖലയിൽ ജലലഭ്യത ഉറപ്പുവരുത്താനും മണ്ണ് സംരക്ഷിക്കുന്നതിനുമായാണ് പദ്ധതി തയ്യാറാക്കിയത്. 2021-22 കാലയളവിൽ 3 കോടി രൂപ പദ്ധതിക്ക് ചെലവുണ്ടായി. തടയണകൾ, വാട്ടർ ഷെഡുകൾ, കുഴൽ കിണർ റീചാർജിംഗ്, കല്ലുകെട്ടുകൾ തുടങ്ങി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടത്തി. എന്നാൽ ഏറെ ചിലവ് വന്ന ഇസ്രായേൽ മാതൃകയിൽ ചണം കൊണ്ട് നിർമ്മിച്ച വിരിപ്പകൾ ഉപയോഗിച്ചായിരുന്നു മൺകെട്ടുകളുടെയും വാട്ടർ ഷെഡുകളുടെയും ഭിത്തി നിർമ്മാണം. ഇവ അമ്പെ പരാജയമായി. കരുണാപുരം കറ്റേക്കാനത്ത് 3 കർഷകർ സൗജന്യമായി വിട്ടുകൊടുത്ത ഭൂമിയിലാണ് 15 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന തടയണ നിർമ്മിച്ചത്. എന്നാൽ ഇസ്രായേൽ മാതൃകയിൽ നിർമ്മിച്ച തടയണയുടെ ഭിത്തികളിൽ വിള്ളലുകൾ വീണു. ഇന്ന് നാടിനാവശ്യമായ ജലം പദ്ധതിയിലൂടെ ശേഖരിക്കാനാകുന്നില്ല. വിവിധ വാർഡുകളിലായി നിർമ്മിച്ച വാട്ടർ ഷെഡുകളിൽ പലതും ഉപയോഗശൂന്യമാണ്. ഏറ്റവും വലിയ കുളങ്ങളിലൊരാണ് നമ്മുടെ പറമ്പിൽ വന്നു. അപ്പോൾ അതിന് 7 സെന്റ് സ്ഥലം നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് 4 ലക്ഷം ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് പറഞ്ഞു തന്നത്. അപ്പം കുളം ഉണ്ടാക്കി നമുക്ക് പറമ്പ് നമ്മൾ കൊടുത്തപ്പോൾ അവിടെ കുളമെല്ലാം റെഡിയാക്കി. പക്ഷേ അത് ഉണ്ടാക്കിയതിനകത്ത് ഡിഫക്റ്റ്, അതിനകത്ത് ഉണ്ടായ നിർമ്മാണത്തിനുണ്ടായ അപാകത മൂലം അതിനകത്ത് വെള്ളം നിൽക്കുന്നില്ല. പുള്ളി വെള്ളം ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേനും വെള്ളം നിറഞ്ഞാലും അത് വറ്റിപ്പോവാം. ഇസ്രായേൽ മാതൃകയിൽ പരീക്ഷിച്ച പദ്ധതി ഫലപ്രദമാകുമോ എന്നത് ഉറപ്പുവരുത്താൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. പദ്ധതിയിൽ അഴിമതി ആരോപണവുമുണ്ട്. ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് വാട്ടർ ഷെഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എങ്കിൽ അത് പൂർണ്ണമായും പരാജയപ്പെടുകയും ചെറുകിട കർഷകർക്ക് ജലം ശേഖരിച്ച് വെച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ സാധ്യമാകുന്ന രീതിയിലൊരു പദ്ധതി ആയിരുന്നുവെങ്കിൽ അതിനെ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുകയാണ്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിലുള്ള ആളുകൾ അതിനെ അട്ടിമറിച്ച് കളയുകയും അതിൻ്റെ ഭാഗമായി ഈ പദ്ധതി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ കൃത്യമായി വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഞാൻ വിജിലൻസ് പരാതി നൽകുകയും ചെയ്തു. മഴ കുറവുള്ള അതിർത്തി മേഖലയിലെ കർഷകർക്ക് വലിയ പ്രതീക്ഷയേകിയ പദ്ധതിയാണ് പരാജയപ്പെട്ടത്. പദ്ധതി നടത്തിപ്പിലെ കെടുകാര്യസ്ഥത സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും അവ ഫലപ്രദമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.